ചെറുപ്പക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാല് ഈ മൗലിദിന്റെ കിതാബ് ഫുള്ളൊന്ന് പരിഭാഷ വായിച്ചാൽ ജെയിംസ് ബോണ്ട് തോറ്റുപോകും. അമ്മാതിരി കഥകളാണ്. ഇതാരെ തലയിൽ വന്ന കഥയാന്ന് മനസ്സിലാകുന്നില്ല. അർത്ഥം വായിക്കണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ടുപോയാ പോരാ, പഠിക്കണ്ടേ. എത്ര കാലം ഇങ്ങനെ പഠിക്കാണ്ട് ജീവിക്കുക? എത്ര കാലം ആരോ പറയും പോലെ ജീവിക്കുക? നമുക്ക് നമ്മുടേതായിട്ട് ജീവിതം വേണ്ടേ? മങ്കൂസ് മൗലിദിന്റെ ഒരു ഹിക്കായത്തുണ്ട്, ഒരു വരി, ഒരു ഹിക്കായത്തും ഒരു പാട്ടും. ചെറിയൊരു ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ പോയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും പള്ളിയിലൊക്കെ പാടാൻ. ഉസ്താദിനോട് ചോദിക്കണം അർത്ഥം. ചോദിച്ചേ പറ്റൂ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ഉസ്താദേ, ഇത് ഓതിന്റെ പേരിൽ ഇതൊരു സാലിഹായ ശറഈയായ അമലാണ്, കൂലി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? മതി, കേട്ടോളൂ. വിഷയം ഞാൻ പറഞ്ഞു വന്ന എവിടെയെന്ന് ഓർമ്മയുണ്ടോ? അവിടുന്ന് പോയിപ്പോല്ല കേട്ടോ. റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞു വന്നതാ. വറുവിയ യഹ്യ ഇബ്നു ഉർവ. ഖുർആനല്ല, എന്താണ് ഇത്? സാധാരണക്കാര് കേൾക്കുമ്പോ ഭയങ്കര, ചില പെണ്ണുങ്ങൾ തലമേ തട്ടോലെ എടുത്തിടും. കാരണം എന്താ? ഖുർആനെക്കാളും പിന്നെ താഴ്ന്ന വിചാരം. ഇത് മങ്കൂസ് മൗലിദിന്റെ ഹിക്കായത്താണ്. വറുവിയ യഹ്യ ഇബ്നു ഉർവ. യഹ്യ ഇബ്നു ഉർവയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അന്ന ഖുറൈശൻ കാനു ഇൻദ സനമിൻ മിൻ അസ്നാമിഹിം. അങ്ങോട്ട് കൂടി തെറ്റൊക്കെ വരാട്ടോ, പഴയ ഓർമ്മയിൽ പറയാം. ഖുറൈശികളിൽപ്പെട്ട ചിലർ അവരുടെ ഒരു വിഗ്രഹത്തിന്റെ അടുത്തായിരുന്നു. ആ ദിവസത്തെ അവർ ഒരു പെരുന്നാളായി ആഘോഷിക്കാറുണ്ട്. ഒട്ടകങ്ങളെ കറുക്കും, വയഅകുലൂന നല്ലോണം തിന്നും, വയശറബൂന നല്ലോണം കുടിക്കും, വയലഅബൂന കളിതമാശകളായിട്ട് രസിക്കും. ഇന്ന് അറക്കലുണ്ടോ? ഇന്ന് അറക്കലുണ്ടോ ഇല്ലയോ? ഒട്ടകത്തിനാ? ഇന്ന് പോത്തിന്, അന്ന് ഒട്ടകത്തിന്. അന്ന് നല്ലോണം തിന്നും ഒട്ടകത്തിന്റെ ഇറച്ചി റൊട്ടിയും. ഇന്നോ പോത്തിന്റെ ഇറച്ചിയും നെയ്പ്പത്തിലും. അന്ന് നല്ലോണം കുടിക്കും. അന്ന് അവര് കുടിച്ചെന്താ? അവര് കുടിച്ചതാ കള്ളാണ്. ഇന്നതില്ല. അള്ളാഹു കാക്കട്ടെ മുസ്ലിം ഉമ്മത്തിനെ. ഈ പോക്ക് പോയാൽ അതിവിദൂരമല്ല. ഇന്ന് സർവത്ത് കിട്ടും അല്ലേ? കളിതമാശകളുണ്ടോ ഇന്ന്? നബിദിനാഘോഷ പരിപാടികളില്ലേ? സെയിം ടു സെയിം, മിയ മിയ അറബികൾ പറയും പോലെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമുക്ക് പറയാനേ പറ്റൂ ചങ്ങായിമാരെ. നിർബന്ധിക്കാനോ അടിച്ചേൽപ്പിക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. പറയുക, ഓർമ്മപ്പെടുത്തുക. അങ്ങനെ അവരെല്ലാവരും കൂടി വിഗ്രഹത്തിന്റെ ചുറ്റുഭാഗത്ത് ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന പെരുന്നാളിന്റെ ദിവസം. ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വിഗ്രഹത്തിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി ആഘോഷ പരിപാടി അറക്കാൻ വേണ്ടി. ഒട്ടകപ്പുറത്തുണ്ട്, തിന്നാനുള്ള ഭക്ഷണം ഇപ്പുറത്ത് റെഡിയാവുന്നു, ഇവിടെ കുടിക്കാനുള്ള സാധനം റെഡിയാവുന്നു, ഇവിടെ കളി തമാശ ശരി എല്ലാം റെഡിയാ. പെട്ടെന്ന് ആരാധനാമൂർത്തിയായ വിഗ്രഹം വീണു. വീണു. പൂജാരി ഓടി വന്നിട്ട് എടുത്തു വെച്ചു. അവര് കണ്ടാൽ നടക്കടാൻ. ആര് കണ്ടാൽ? ആരാധിക്കാൻ വന്നവര് കണ്ടാൽ നടക്കടാൻ. ഓടി വന്ന് എടുത്തു വെച്ചു. രക്ഷ. പിന്നെയും പോയി, പിന്നെ എടുത്തു വെച്ചു, പിന്നെയും പോയി, പിന്നെയും വെച്ചു. 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. നേരെ നിൽക്കുന്നില്ല, എല്ലാരും കൂടി നിൽക്കുകയാണ്. فقال عثمان بن الحويرث. ഖതീബ് പറയാം. അപ്പൊ നാട്ടുകാർ എന്ത് പറയും? അറബി പേരിട്ട് എന്താ പറയാ സാധാരണ? റളിയല്ലാഹു അൻഹു പറയോ ഇല്ലയോ? പറഞ്ഞ എത്ര ആളുണ്ടോ ഈ കൂട്ടത്തിൽ അല്ലേ? ഇബ്നൊക്കെ ചേർത്ത് പറയുമ്പോൾ അറബി പേരാണ്. സഹാബാക്കൾ അവനെ ചാൻസ് ഉള്ളൂ. കാരണം എന്താ? മൗലിദ് കിതാബല്ലേ, റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബിന്റെ പേരിൽ വായിക്കുന്ന കിതാബല്ലേ. ആരാണ് ഈ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്? പറയും. പള്ളിയിലെ ഖതീബാണ് ചോദിക്കണം. ചെറുപ്പക്കാർ അറിയണ്ടേ? ഒരു സാലിഹായ അമല എന്ന് പറഞ്ഞു വെറുതെ ചെയ്ത് കുറ്റം വാങ്ങാൻ പറ്റുമോ? തൗഹീദിന് വേണ്ടിയുള്ള പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന പച്ച മുശ്രിക്കനല്ലേ തർദിയത്ത് പറഞ്ഞത്? അയാള് ഖുസൈ ഗോത്രത്തിന്റെ അമ്പലത്തിലെ പൂജാരിയായിരുന്നില്ലേ? അയാൾക്ക് തർദിയത്ത് പറയാൻ, അല്ലാഹു അയാളെ തൃപ്തിപ്പെടുത്തി എന്ന് പറയാൻ എങ്ങനെയാ മുസ്ലിംമാര് കഴിയുക?
എന്തിനാ ചങ്ങാതിമാർ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ഖുസൈ ഗോത്രത്തിന്റെ അമ്പലത്തിലെ പൂജാരിയാണ്. ഇയാളെ പറ്റി കിട്ടാൻ ഞാൻ ഒരുപാട് തിരക്കി. കാരണം സഹീഹുൽ ബുഖാരിന്റെ ഒരു റാവിയുണ്ട്, പിന്നെ മാലിക് ഇബ്നുൽ ഹുവൈരിസ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എനിക്ക് ഡൗട്ടായി, ഇനി അതിൽപ്പെട്ട വല്ലതും ആയിരിക്കോ പാരമ്പര്യം. ഒരുപാട് തിരക്കി. കിട്ടിയപ്പോ അറിയോ, ഇവിടെ ബഹ്റൈനില് താരീഖ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അതിങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോ മക്കയിൽ റസൂലുള്ളാഹി തങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ് തൗഹീദിനെ പറ്റി മനസ്സിലാക്കിയ ചില ആൾക്കാരുണ്ട്, 3-4 ആൾക്കാർ. അതിലൊന്ന് ഇയാളാ, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്. ഇയാളെന്താ ചെയ്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ നബിയായി വന്ന് പ്രബോധനം തുടങ്ങിയപ്പോൾ റോമിലേക്ക് നാടുവിട്ടു. റോമിന്റെ രാജാവ് ക്രൈസ്തവനാണ്, ക്രിസ്തു മതമാണ് റോമിന്റെ മതം. അവിടെ ചെന്ന് ക്രിസ്തു മതം സ്വീകരിച്ച് റോം സൈന്യത്തിന്, ഈ അറബി സൈന്യത്തിന്റെ അറബി നാടിന്റെ മുക്കും മൂലയും പരിചയപ്പെടുത്തി കൊടുത്ത് പിൽക്കാലത്ത് മുസ്ലിം സേനകൾക്ക് റോമിലേക്കുള്ള പടയോട്ടത്തിനിടയിൽ വന്ന ഒരുപാട് വിഷമകഥകളും പ്രയാസങ്ങൾക്കും കാരണക്കാരനായി ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന മുശ്രിക് നസ്രാണി. അയാൾക്ക് വേണ്ടി നമ്മുടെ മഹല്ലി ജമാഅത്തിന്റെ പള്ളിയിൽ എന്ത് കിട്ടി? റളിയല്ലാഹു അൻഹു. സാലിഹായ അമല. കൂലി കിട്ടോ അല്ല അടി കിട്ടോ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പക്ഷെ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്താ പറഞ്ഞറിയോ? അയാ സാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുറബി تنكست مقلوبا فما ذاك قل لنا فمن حزننا قدرت العير بالسحب وإن كنت ഇനി തലകുത്തി വിളിനെ പറ്റിയുള്ള പാട്ടാണ്. എന്താ പാട്ടിന്റെ അർത്ഥം? നമ്മൾ സലാത്തും തസ്ലീമും ജവാബ് പാടിയല്ലോ, കൂലി കിട്ടാനല്ല ഇതൊക്കെ നാട്ടിലെ ആൾക്കാരും വയസ്സന്മാരും ചെറുപ്പക്കാരൊക്കെ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും പള്ളിയിലെ ഇമാമിനോട് നമ്മുടെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പാടുന്ന പാട്ടല്ലേ, ഒന്ന് അർത്ഥം പറഞ്ഞ ഉസ്താദെ ചോദിച്ചോ? അതിന് പിന്നെ നമ്മളെ കുറ്റം പറയാ. നിങ്ങൾ ചോദിക്കാത്തല്ലേ കുഴപ്പം? അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മനസ്സിലാവാത്തത്. ചോദിക്ക്, പഠിക്ക്, അറിയേ. എന്നിട്ട് എന്റെ ചങ്ങാതിമാരെ തെറ്റുകളിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിന്റെ രാജപാതയിലേക്ക് വാ. അയാ സനമൽ ഈദില്ലദീ സഫ ഹൗലഹു, അയാ സനമൽ ഈദ്, ഹേ നമ്മുടെ പെരുന്നാളിന്റെ വിഗ്രഹമേ. ഖതീബ് വിളിച്ച അല്ലാഹനെ. ഇതിങ്ങനെ വിളിക്കുമ്പോ വയസ്സന്മാരൊക്കെ തലയെക്കെട്ടും കെട്ടി കണ്ണൊക്കെ മോലോട്ടാക്കി ഭയങ്കര ഭവ്യത, ഭയഭക്തി. പെണ്ണുങ്കം പുലക്കുന്ന തലയിൽ തട്ടവിട്ടു. ഖതീബ് പറഞ്ഞ പാട്ടിന്റെ അർത്ഥം അയാ സനമൽ ഈദ്, ഹേ നമ്മുടെ ഉത്സവത്തിന്റെ ദൈവമേ, ബിംബമേ. അല്ലദീ സഫ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അണിയണിയായി നിന്നിട്ടുണ്ട്. സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുറബി, വിദൂരത്തുള്ളതും അടുത്തുള്ളതുമായ ഒരുപാട് ആരാധകരും പ്രമാണിമാരും നിവേദിത സംഘങ്ങളും വന്ന് നിന്നിട്ടുണ്ട്. ആ സമയത്താണ് തനക്കസ്ത സാഗിറ, നീ തലയും കുത്തി വീണത്. ബിംബമേ, എന്തിനാ നീ വീണത്? ഒന്നെണീച്ച് നിന്നൂടെ. വഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഖറാരിൻ വനൽവി അനിൽ ദംബി. ഇത് ഞാൻ പാടിയ നിങ്ങൾ എന്താ പാടുക? ജവാബ് സലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. എന്തിനാ കുഞ്ഞാ കൂടെ കുഞ്ഞാനാ? ഞാൻ വരുമ്പം ചിസ്തി ഇങ്ങനെ ചിരിക്കാ. ഞാൻ ചോദിച്ചു എന്താ ചിരിച്ച് ചിരിക്കുന്നത്? ഒന്നുമില്ല, അയാൾ ചിരിക്കുന്നത് കണ്ടിട്ടാണ്. ഇങ്ങനെയാ ജവാബ് പറയണ കഴിഞ്ഞ് മുമ്പ് പറഞ്ഞ എന്താന്ന് മനസ്സിലാണ്ടേ? നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ? നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ? അതിനപ്പുറത്തെ വാക്ക് ഞാൻ പറയുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
ഒരാളിങ്ങനെ പാടുമ്പോ ജവാബ് അങ്ങനെ പാടിക്കൊടുക്കല്ല. അർത്ഥം എന്താ അറിയോ? കേട്ടോളൂ. വഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ, ഹേ ബിംബമേ, ഹേ ദൈവമേ, നീ ആരാധകരുടെ മുമ്പിൽ തലകുത്തി വീണത് നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ, എന്തെങ്കിലും കുരുത്തക്കേടിന്റെ പേരിലാണോ എങ്കിൽ ഫഇന്നനാ, തീർച്ചയായും ഞങ്ങളിതാ നബൂബി ഖിറാരിൻ വനൽബി അനിൽ ദംബി, ദൈവമേ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു, നമ്മളിതാ ഒഴിവാവുകയാണ്, ഇനി ഒരു തെറ്റും ചെയ്യൂല ദൈവമേ, ഒന്നെണീച്ച് നിന്നാലും. ഖതീബ് പാടി. അപ്പൊ മുസ്ലിമീങ്ങള് കൊള്ളാം. സലാത്തുൻ വ തസ്ലീമുൻ വഅസ്കാ തഹിയ്യതി. കുറ്റക്കാരി മുജാഹിദീങ്ങളോ അല്ല നാട്ടിലെ മറ്റു ഉസ്താദുമാരോ? നിങ്ങൾ പറ. നമ്മളെന്തിനാ ഈ പാവങ്ങളെ ബോംബെറിയുന്നു? നമ്മൾ കുറ്റം ചെയ്തോ? വേണ്ടാത്ത വല്ലതും പറഞ്ഞോ? എന്റെ പുണ്ഡിതങ്ങാതിമാരെ, മുസ്ലിമീങ്ങൾക്ക് ആരംഭപ്പൂവിനെ മനസ്സിലാക്കി തരികയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ അബദ്ധമാണ്, ശിർക്കിന്റെ വാക്കല്ലേ. ഏതോ കുസൈ ഗോത്രത്തിലെ അമ്പലത്തിലെ പൂജാരി ഓൻ വിളിക്കുന്ന ദൈവത്തിനെ വിളിച്ച് പാടിയ പാട്ട് മെഹ്റാബിൽ പാടിയാൽ അമൽ സ്വാലിഹാവോ? എന്നാ പിന്നെ ഈസി അല്ലേ, മറ്റേ പാട്ടും പാടിക്കൂടാ പള്ളിയിൽ.